അപ്പോൾ ഇതൊക്കെ മൈലാഞ്ചിയൊക്കെ ഞാൻ ഈ കോലത്തിൽ ഇട്ടു. ഇനിയിപ്പോൾ ഇത് എന്താണെന്നോ അത് ഇപ്പം തന്നെ ഇട്ടുവെച്ചാൽ നല്ല ചോക്കും ചെയ്യും. അപ്പോൾ എന്താണെന്നോ പിന്നെ ഈ ഉളിനകം കുത്തൊക്കെ ചെയ്യുമല്ലോ, നഖത്തിൻ്റെ ഒരു അരിയൊക്കെ കേട് വരുമല്ലോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ലതാട്ടോ ഈ മൈലാഞ്ചി അരച്ചിട്ടാണ് ഇട്ടുള്ളൂ. അപ്പം നാളെ ഞാൻ എൻ്റെ ഈ വിരലിന്മേ ഉളിനകം കുത്തിട്ടോ. ആ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ മൈലാഞ്ചി ഇടൽ തുടങ്ങിയപ്പോൾ അതാണ് മാറി. പിന്നെ ഇപ്പം കുറച്ച് 2-3 മാസം മുന്നേ ഇങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ എന്താ ചെയ്തെന്നറിയോ, നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ മരുന്ന് വെറ്റിച്ചിട്ടൊന്നും ഭേദമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ മൈലാഞ്ചി അരച്ചിട്ട് വേഗം അരച്ചിട്ട് ഇട്ടു. അപ്പോൾ വേഗം അതിന് പൊട്ടിപ്പോയി. പിന്നെന്താ അതിൻ്റെ പഴുപ്പൊക്കെ പോയപ്പോൾ പിന്നെ ഇത് തന്നെ മാറിട്ടോ. അപ്പോൾ നല്ലതാണ് ഈ മൈലാഞ്ചി കേട്ടോ. അപ്പോൾ എല്ലാവരും മരുന്നൊന്നും ഒറ്റിക്കാതെ ഇങ്ങനെ മൈലാഞ്ചി ഇട്ടാൽ അതിൻ്റെ നീരിറങ്ങിയ നമ്മളെ കുളിക്കുന്നതോ ഈ സോപ്പും പൊടിയിലൊക്കെ അലർജി എന്തെങ്കിലും ഇരിക്കാം. അപ്പോൾ അതൊക്കെ മാറും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോക്കി ഇങ്ങനെ വേഗം എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഉള്ളവർ ഇങ്ങനെ ഇട്ടോളൂ. പിന്നെ അവനാൻ്റോടെ അത് ഞാൻ ഇതിനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അവനാൻ്റോടെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇതങ്ങോട്ട് പോകുന്നോളൂ. ഇവിടെ ഉണ്ട് മൈലാഞ്ചി, കൊണ്ടുപോയിക്കോളൂ. ഓരോ കൊമ്പും കുറച്ച് മൈലാഞ്ചി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇടും കേട്ടോ. ഇനി 2-3 വട്ടം ഇത് കൂടെ ഇടും. എന്നിട്ട് ഞങ്ങൾക്കൊന്ന് പിന്നെയും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ചോത്തിട്ടൊക്കെ